ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈസൂർ പാലസിലെ കുറച്ച് വിശേഷങ്ങളാണ്. മൈസൂർ പാലസ് പഴയ ഒരു ചരിത്ര നിർമ്മിതിയാണ്. മൈസൂരു എന്നായിരുന്നു പഴയ മൈസൂർ പാലസിൻ്റെ പേര്. മഹിഷാസുരൻ എന്ന രാക്ഷസൻ ഭരിച്ചിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളുടെ പേടി സ്വപ്നമായ മഹിഷാസുരനെ ഘോരമായ യുദ്ധത്തിനൊടുവിൽ ചാമുണ്ടേശ്വരി ദേവി വധിക്കുകയായിരുന്നു. ചാമുണ്ഡി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രം സന്ദർശിക്കാൻ നിരവധി പേരാണ് പോകുന്നത്. മൈസൂർ പാലസിലേക്ക് ഇപ്പോൾ പ്രവേശന ഫീസ് 100 രൂപയാണ് ഒരാൾക്ക് എടുക്കുന്നത്. അകത്ത് വളരെ മനോഹരമായി പഴയ രീതിയിൽ അലങ്കരിച്ചിരിക്കുന്ന പഴയ രീതിയിലുള്ള ചിത്രങ്ങളും പഴയ രീതിയിലുള്ള നിർമ്മിതികളും കുറേ കാണാൻ പറ്റും. ഇത് ക്യൂൻ ഓഫ് അലക്സാൻഡ്ര എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായൊരു ചിത്രമാണ്. പിന്നെ ഈ കാണുന്ന ചിത്രം രാജാ രവിവർമ്മ വരച്ച ഇതും ചരിത്ര പ്രസിദ്ധമായ ചിത്രമാണ്. എല്ലാ ചിത്രങ്ങൾക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കുന്നത് പോലെയാണ് ഈ ചിത്രങ്ങൾ കാണുന്നത്. ഈ കാണുന്നതൊക്കെ പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് ക്ഷണക്കത്തുകൾ, സമ്മാനങ്ങൾ, പാരിതോഷികങ്ങൾ എന്നിവയൊക്കെ ലഭിച്ചിരിക്കുന്ന പെട്ടികളാണ്. ഒരു വർഷത്തിൽ ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ മൈസൂർ പാലസ് കാണാനെത്തുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന കൊട്ടാരമായാണ് മൈസൂർ പാലസിനെ കണക്കാക്കുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റാണ്. പഴയകാല കസേരകളൊക്കെ കാണാൻ പറ്റും. ഇത് ഒറിജിനൽ ആനക്കൊമ്പാണ്. നടുക്കൊരു ആനയുടെ ചിത്രവും പണ്ടത്തെ ദസറ എന്ന ആഘോഷത്തിലേക്ക് കൊണ്ടുപോയിരുന്ന അതൊക്കെ കാണാൻ പറ്റും. ഇവിടെ പണ്ട് കാലങ്ങളിൽ ഗോതയൊക്കെ ഒരുക്കി ഗുസ്തികളൊക്കെ നടന്നിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഈ കാണുന്നതാണ് അമ്പാരി എന്നറിയപ്പെടുന്നത്. ഭാരം ഏകദേശം 750 കിലോഗ്രാമോളം ഉണ്ട്. 80 കിലോ സ്വർണ്ണ തകിട് കൊണ്ടാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് പബ്ലിക് ദർബാർ ഹാളാണ്. ഇവിടെയായിരുന്നു പൊതുചടങ്ങുകൾ, പൊതുപരിപാടികൾ എന്നിവയൊക്കെ നടന്നിരുന്നത്. കേരളീയർ ഓണം ആഘോഷിക്കുന്നത് പോലെ കർണാടകയിലെ ജനങ്ങളുടെ സുപ്രധാന ആഘോഷമായിരുന്നു ദസറ എന്നറിയപ്പെടുന്നത്. ഈ ദസറയിലേക്ക് പണ്ട് 1000-ലധികം ആനകളെയും ഒക്കെ ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് ദസറ ആഘോഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ആനകളുടെ വസ്തുക്കളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്.
പിന്നെ പുറത്ത് നല്ല ഗാർഡനുകളും ചെടികളും ഒക്കെ വളർത്തി കാണാൻ നല്ല മനോഹരമായി വളർത്തിയിരിക്കുന്ന ചെടികളുണ്ട്. പുറത്തുനിന്ന് കാണാൻ ഒരു പ്രത്യേകതരം ഭംഗി തന്നെയാണ് മൈസൂർ പാലസിനുള്ളത്. കുറേ ആളുകൾ ഇവിടെ നിന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്.